ജുറൈജിന്റെ മുന്നിൽ പോയി നിന്ന് കൊടുക്കുകയാണ്. പക്ഷേ ജുറൈജ് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരനാ. അവിടെ നനങ്ങിയില്ല, ഒന്നും ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല, തിരിഞ്ഞു നോക്കിയില്ല. പെണ്ണിന് വല്ലാത്ത വൈരാഗ്യം വന്നു. അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് പലരും കാണുകയാ. പടച്ചറപ്പേ, ആ പെണ്ണ് ഗർഭിണിയാവുകയാണ്. എല്ലാവരോടും പറഞ്ഞു ഇതിന്റെ ഉത്തരവാദിത്വം ജുറൈജാണ്. അവസാനം അവിടെ നിന്നൊരു പെണ്ണ്, അവിടെ നിന്നൊരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. ഒരു കുഞ്ഞുമോനെ പ്രസവിച്ചു. ഈ പെണ്ണ് ചോര കുഞ്ഞുമായിട്ട് നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ. അല്ലാഹുവേ, പലരും പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവസാനം നാട്ടുകാർ മുഴുവനും കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ജുറൈജിന്റെ വീട് തല്ലി ഒടിച്ചു, അവിടെ നിന്ന് വീട് മുഴുവനും നശിപ്പിച്ചു. ജുറൈജിനെ എല്ലാവരും തല്ലാൻ തുടങ്ങി. അവസാനം അല്ലാഹുവേ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ജനങ്ങളോട് പറഞ്ഞു, എല്ലാവരും ഒന്നേക്ക് 5 മിനിറ്റ് തരുമോ? ഇതിന്റെ സത്യം എന്താണെന്ന് ഞാൻ തെളിയിച്ചു തരാ. അവസാനം അവിടെ നിന്ന് ഉളുവെടുത്തു, 2 റക്അത്ത് നമസ്കരിച്ചു, സുജൂദിൽ കിടന്നു കരയുന്നു. അല്ലാഹ്, എല്ലാം നിനക്കറിയാമല്ലോ അല്ലാ, എന്തേ കാരണമെന്നറിയില്ല അല്ലാ. ആ സമയത്താണ് ആ ശരീരി കേൾക്കുന്നു, ജുറൈജ്, നിന്റെ ഉമ്മാടെ ദുആയാ, നിന്റെ ഉമ്മാടെ ശാപമാ. സുജൂദിൽ കിടന്നു കരയുന്നു. അല്ലാ, അറിഞ്ഞിരുന്നില്ല റബ്ബേ, അറിഞ്ഞിരുന്നില്ല റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാ. സുജൂദിൽ കിടന്ന് കരയുകയാണ്.